UN രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് റഷ്യ. അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നീക്കം തടയണമെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടു. എന്നാൽ സ്ഥിരം കൗൺസിൽ അംഗമായ റഷ്യയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തടയാൻ കഴിയില്ലെന്നാണ് അമേരിക്കയുടെ വാദം. 15 അംഗങ്ങളുള്ള UN രക്ഷാസമിതിയുടെ അധ്യക്ഷ പദവി ഓരോ മാസവും ഓരോ അംഗങ്ങൾ ഏറ്റെടുക്കുന്നതാണ് കീഴ്വഴക്കം. എന്നാൽ യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകവ്യാപക പ്രതിഷേധമുയരുമ്പോഴും ഇക്കാര്യത്തിൽ മറ്റംഗങ്ങളുടെ എതിർപ്പ് ഉയർന്നില്ല എന്നതാണ് ശ്രദ്ധേയം. യുക്രൈൻ എതിർപ്പ് അറിയിച്ചെങ്കിലും മറ്റംഗങ്ങൾ അംഗീകരിച്ചില്ല. ഏപ്രിൽ ഫൂൾ ദിനത്തിലെ എക്കാലത്തെ മോശം തമാശയെന്നാണ് യുക്രൈൻ വിദേശകാര്യമന്ത്രി ഡിമിട്രോ കുലെബ റഷ്യയുടെ അധ്യക്ഷ പദവിയെ വിശേഷിപ്പിച്ചത്. UN രക്ഷാസമിതിയുടെ പ്രവർത്തനങ്ങളിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ടെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായാണ് യുക്രൈന്റെ പ്രഥമ ഉപദേഷ്ടാവ് മിഖൈലോ പൊഡോല്യൂക്ക് അഭിപ്രായപ്പെട്ടത്. അക്രമോത്സുകമായ യുദ്ധം നടത്തുന്ന മാനുഷിക നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു രാജ്യമാണ് ലോകത്തിലെ പ്രധാന സുരക്ഷാ സമിതിയെ നയിക്കുന്നതെന്ന് മിഖൈലോ അപലപിച്ചു. റഷ്യ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമാണെന്നും സ്വാഭാവിക നടപടിക്രമങ്ങളിൽ നിന്ന് റഷ്യയെ ഒഴിവാക്കാൻ പ്രായോഗികമായ അന്താരാഷ്ട്ര നിയമമാർഗങ്ങളൊന്നും നിലവിലില്ലെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീജിൻ പിയേറി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ ആയുധ നിയന്ത്രണം ഉൾപ്പെടെ നിരവധി സംവാദങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് UN-ലെ മോസ്കോ അംബാസിഡർ വാസിലി നെബൻസിയ റഷ്യൻ ടാസ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. റഷ്യയ്ക്ക് പുറമെ UK, US, ഫ്രാൻസ്, ചൈന എന്നിവയാണ് UN രക്ഷാസമിതിയിലെ മറ്റ് സ്ഥിരാംഗങ്ങൾ. 2022 ഫെബ്രുവരിയിലാണ് റഷ്യ അവസാനമായി അധ്യക്ഷ സ്ഥാനത്തെത്തിയത്. റഷ്യയുടെ അധിനിവേശം തടയാൻ മതിയായ നടപടി സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് സുരക്ഷാ കൗൺസിൽ പരിഷ്കരിക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു. റഷ്യയെ സമിതിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും കഴിഞ്ഞ വർഷം സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.